വലിയ കണക്കാണ്. അത് പിണറായിയുടെ പരാജയത്തിലേക്ക് എത്തിക്കുമോ അതോ അവസാന റൗണ്ടുകളിൽ മുന്നിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഡ് പിണറായിക്ക് പരാജയത്തിലേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുക. ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയുന്നത് പോലും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പിണറായിസത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധി എന്നതാണ് പറഞ്ഞു UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. പിണറായി വിജയൻ നേടിയിരിക്കുന്നത് 20,715 വോട്ടുകൾ, 2,812 വോട്ട് കുറവ്. അതായത് ഏതാണ്ട് 50,000-ഓളം വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിയിട്ടുള്ളത്. അവിടെയാണ് അബ്ദുൾ റഷീദ് മുന്നിട്ട് നിൽക്കുന്നത്. അത് 2,000-ഓളം വോട്ടുകൾക്ക് എന്നതാണ് തീർച്ചയായും. ഒരു ചിറയൻകീഴിലെ അപ്ഡേറ്റ് കൂടി. ചിറയൻകീഴിൽ 1976 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരികയാണ്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, ഈ കോൺഗ്രസിന്റെ വലിയ വേവിലും തിരിച്ചടി നേരിടാൻ പോകുന്നു രമ്യ ഹരിദാസിന്. പിന്നെയും ദൗർഭാഗ്യം. നെടുമങ്ങാട് GRNിൽ കേവലം 1,351 വോട്ടുകൾക്കാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 10,000-ലേക്ക് എത്താൻ പോകുന്നു. 9,000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. കോൺഗ്രസ് ജോസഫ് വിഭാഗം 7 മുന്നിൽ, 8 അവർ മത്സരിച്ചതിൽ 7 മുന്നിൽ. കേരള കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ജോസഫ് പറയും. 8 മത്സരിച്ചതിൽ 7 ജോസഫ് വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം പാലായിൽ ഉൾപ്പെടെ ജോസ് കെ മാണി ഉൾപ്പെടെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് മറ്റിടത്ത് കാണുന്നത്. നമുക്ക് 2 മണ്ഡലങ്ങൾ പരാമർശിക്കാം. ഈ പാല അടക്കമുള്ളത്. പാലായിലെ ഫാക്ടറി ഇനി നിർണായകമാവുക. നമ്മൾ ശ്രീജിത്തുമായി സംസാരിക്കുമ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്ന ഒരു വികാരം, ആദ്യം എണ്ണിയത് ഒരു UDF മേഖലകളാണ്. ഇനി എണ്ണുന്നത് ഷോൺ ജോർജിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ ഈ റൗണ്ടുകളിൽ കൗണ്ടിങ് നടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ലീഡ്, കാപ്പന്റെ ലീഡിൽ കുറവുണ്ടാകുമോ അതെങ്ങനെയെങ്കിൽ ഇനി അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ LDFന്റെ 3 പഞ്ചായത്തുകളാണ്. അപ്പോൾ അത് ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മാണി സി കാപ്പൻ ഇപ്പോഴും കൃത്യമായ ഒരു ലീഡിലേക്ക് പോകുന്നില്ല എന്നതാണല്ലോ എടുത്ത് പറയേണ്ടത്. അതായത് തുച്ഛമായ ലീഡാണ്. അത് രാമപുരം പഞ്ചായത്തിൽ 3000-ൽ പരം വോട്ടിന്റെ ലീഡാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ 700-ൽ പരം വോട്ടുകളുടെ ലീഡാണ് രാമപുരം പഞ്ചായത്തിൽ കിട്ടിയത്. അത് സ്വാഭാവികമായി അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം ട്രെൻഡ് പൊതുവിൽ ഒരു UDF ട്രെൻഡുള്ള സാഹചര്യത്തിൽ LDF പഞ്ചായത്തുകൾ പോലും ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സാഹചര്യമുണ്ട്. ഏറ്റുമാനൂർ കൂടി പറഞ്ഞു പോകാം. VN വാസവന്റെ വെല്ലുവിളി അത് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. കാരണം ഇനി എണ്ണാനുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, തർക്കമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നേടിയ 9,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFനുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുമെന്ന് വെല്ലുവിളി. മാത്രമല്ല, ഈ ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയത്തെ ഏക മണ്ഡലമാണത്. അത് VN വാസവനിലൂടെ മാത്രമാണ് അവർക്ക് ചോദിക്കാൻ ഏറ്റുമാനൂരും വായിക്കും. കൈവിട്ടു പോകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ UDFന് ബുദ്ധിമുട്ടുണ്ടാക്കിയ, കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനിയർ നേതാവാണ് K. സുധാകരൻ. സുധാകരന്റെ പ്രതികരണം ഒരുപക്ഷെ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം. അണികൾ വലിയ ആവേശത്തോടെയാണ് സുധാകരനെ വരവേൽക്കുന്നത്. മുദ്രാവാക്യങ്ങൾ മുഴക്കി അണികൾ വലിയ ആഘോഷം പങ്കുവെക്കുന്നു. 10 വർഷമായി കോൺഗ്രസ് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് എന്ന് പറയാം. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് ആഘോഷിക്കാനുള്ള വകയുണ്ട്. അതും കേരളം തൂത്തുവാരുന്നു എന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനുയായികൾക്കൊപ്പം ഇന്ദിരാഭവനിലേക്ക് ഈ വിജയം ആഘോഷിക്കാൻ K. സുധാകരൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. K. സുധാകരനെ അനുയായികൾക്കൊപ്പം എത്തുന്നു എന്നതാണ് നമ്മൾ ഇന്ദിരാഭവനിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇന്ദിരാഭവനിൽ ഇന്നലെ തന്നെ പന്തൽ ഇട്ടിരുന്നു. ആഘോഷത്തിലാണ്. ഇന്നലെ ഈ പന്തലിട്ടപ്പം കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചു അവർ പറഞ്ഞൊരു കാര്യം വെയിലിനെ നേരിടാനെന്നതാണ്. പക്ഷേ അവർ മുന്നിൽ കണ്ടിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, അത് നേമത്ത് മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ലീഡ് ചെയ്യുന്നത്. 1207 വോട്ടിന് 2 റൗണ്ട് മാത്രമേ അവിടെ പിന്നിട്ടിട്ടുള്ളൂ. നേമത്ത് സംഭവിക്കാൻ സാധ്യത. ഇപ്പോൾ പൂജപ്പുര അടക്കമുള്ള ഇടങ്ങളാണ് ആദ്യം കൗണ്ട് ചെയ്തു പോയത്. മുസ്ലിം ന്യൂനപക്ഷ മേഖലകൾ, കമലേശ്വരം പോലെയുള്ള ഭാഗങ്ങൾ ഏറ്റവും അവസാന റൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നേമത്തെ സസ്പെൻസ് തീരണമെങ്കിൽ അവസാന റൗണ്ടിലാണ് അതാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു മേൽക്കൈ നേടിയിരുന്നു രാജീവ് ചന്ദ്രശേഖരെങ്കിൽ അത് ഉറപ്പിക്കാമായിരുന്നു. ഒപ്പം നമ്മൾ നോക്കൂ, ആ ടാലി നേരത്തെ 5 വരെ എത്തി നിന്നിരുന്ന NDA എന്ന ടാലി ഇപ്പോൾ 1-ലേക്ക് താഴ്ന്നിരിക്കുന്നു. അത് നേമത്ത് മാത്രമാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടി പോകാം. തിരുവല്ലയിൽ ഒരു അസാധാരണ മുന്നേറ്റം NDA അവിടെ ഇത്തവണ നടത്തിയിട്ടുണ്ട്. പരീക്ഷണം 30-40 വോട്ടുകൾക്ക് മാത്രമാണ് എങ്കിൽ പോലും അത് ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ്. ഒരിക്കലും
അതായത് ഈ കേരള കോൺഗ്രസുകളുടെ മത്സരത്തിൽ ജോസ് കെ മാണി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് പൂഞ്ഞാറിൽ മാത്രമാണ് 12 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് പൂഞ്ഞാറിൽ മാത്രമാണ് ഇപ്പോൾ ലീഡുള്ളത്. അതേസമയം 8 സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിനാകട്ടെ ഇരിങ്ങാലക്കുടയിൽ, കോതമംഗലത്ത്, തൊടുപുഴയിൽ, കടുത്തുരുത്തിയിൽ, ചങ്ങനാശ്ശേരിയിൽ, കുട്ടനാട്ടിൽ, തിരുവല്ലയിൽ ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ലീഡ് ഇപ്പോൾ 20,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ ഒരു ഘട്ടത്തിൽ താൻ പോസ്റ്ററും ഫ്ലെക്സുകളും ഒന്നും പതിക്കില്ല എന്ന് പറഞ്ഞ് സൈക്കിളിൽ കറങ്ങിയാണ് വോട്ട് ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതായിരിക്കും. യുവ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ യാത്രയിലൂടെയായിരുന്നു ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് മാതൃകാപരമെന്ന് ഒരു പക്ഷേ കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം എണ്ണി നോക്കുമ്പോൾ. അല്പസമയം മുമ്പും കണക്ക് നോക്കുമ്പോൾ അവിടുത്തെ രണ്ടാം സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥിക്ക് കാര്യമായ ഒരു സ്വാധീനവുമില്ല. മാത്രമല്ല NDA കാൻഡിഡേറ്റ് തൊട്ട എഡ്ജിലേക്ക് വരുന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാധീനവും LDF അവിടെ ഉണ്ടാക്കാനായില്ലെന്ന് മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ വൻ മുന്നേറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലത്ത് അങ്ങനെ ബിന്ദു കൃഷ ദീർഘകാലമായി സജീവ രാഷ്ട്രീയത്തിലെങ്കിലും ബിന്ദു കൃഷിയെയും വിജയം തുണയ്ക്കാറില്ല. ഇത്തവണ 5000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നിലവിൽ ബിന്ദു കൃഷിക്കുള്ളത്. പരവൂരിൽ വി.ഡി. സതീശൻ ലീഡ് ഉയർത്തുന്നു. നെന്മാറയിൽ അവിടുത്തെ DCC അധ്യക്ഷൻ തങ്കപ്പൻ 554 വോട്ടിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. സന്ദീപ് വാര്യർ ഏതാണ്ട് 10,000 വോട്ടുകൾക്ക് പുറകിലാണ്. ഒരു ഘട്ടത്തിൽ ശേഷമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പിന്നോട്ട് പോകുന്നത് എന്നതാണ്. അരുവിക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പോൾ LDF മുന്നിൽ വന്നിരിക്കുന്ന 587ലേക്ക്. നേരത്തെ വിജയിച്ച സ്ഥലങ്ങളിൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. വലിയ മത്സരം നേരിട്ടിട്ട് നേരിയ മാർജിനിലേക്ക് നിർത്തുന്നു. സജിത്ത്, ഇതുവരെയുള്ള റൗണ്ടുകൾ എണ്ണി നോക്കുമ്പോൾ ചേലക്കര മാത്രമാണ് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധികാരിക ജയമെന്ന് പറയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 15,000-ലധികം വോട്ടിന്റെ ഒരു മെജോറിറ്റി ചേലക്കരയിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇടതു മുന്നണിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വിജയങ്ങളിലേക്ക് പോകുന്നില്ല. മുരളീധരൻ ലീഡ് ചെയ്യുന്നു 652 വോട്ടുകൾക്ക്. ശക്തമായ ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ ഈ ഇരവിപുരവും ഒരു അട്ടിമറിയുടെ സൂചന തന്നെ പങ്കുവെക്കുന്നുണ്ട്. കാരണം UDFന് 2374 വോട്ട് ലീഡുണ്ട്. ഇരവിപുരം ഒരു അടിയുറച്ച CPM മണ്ഡലമെന്ന് കരുതിയതാണ്. ഒരുപക്ഷെ ഇപ്പൊ കൗണ്ട് ചെയ്യുന്നത് ഏത് റൗണ്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. UDFനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആ കോർപ്പറേഷൻ UDFന് ലഭിച്ചത്. അപ്പോൾ കൊല്ലത്ത് ഇത്തവണ എവിടെയും എന്ത് സംഭവിക്കാമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് എന്ന് തോന്നുന്നു. രമേശ് പിഷാരടി ഇപ്പോൾ 1463 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അത് രമേശ് പിഷാരടി പാലക്കാട് വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഷിബു തെക്കുംപുറം ഇപ്പോൾ 3000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ മറ്റു കോട്ടകളിൽ ഒക്കെ എന്ത് സംഭവിച്ചാൽ പോലും കോതമംഗലം സേഫ് എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. അവിടെയാണ് ഷിബു തെക്കുംപുറം 3000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അവിടെ പ്രവർത്തകരുമായി ആഹ്ലാദം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ഇന്ദിരാഭവനിൽ പ്രവർത്തകർ വന്ന് നിറയുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ആ സീറ്റിൽ നിന്ന് എണീറ്റ് വിജയമാണ്. വിജയം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷ നേതാവിന്റെയാണ്. മുഖ്യമന്ത്രി ക്ലെയിമിലും സതീശനെ വെല്ലാൻ തൽക്കാലം മറ്റൊരു വോയിസ് ഇല്ല. ഒരുപക്ഷെ 80ക്ക് താഴെയോ അല്ലെങ്കിൽ ഒരു നാരോ എഡ്ജിലുള്ള മാർജിനോ ഒക്കെ ആയിരുന്നെങ്കിൽ അവിടെ രഞ്ജിത്ത് പറഞ്ഞ കോൺഗ്രസിന്റെ കണക്കുണ്ടല്ലോ 61 സീറ്റ് എഴുതുന്നത്. അത് നിസ്സാരമല്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമെന്നതാണ് ആ വിജയത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.